നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും ഏതൻസ് വ്ലോഗിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മളുടെ വീഡിയോ എക്സ്പോഷറിനെ കുറിച്ചായിരുന്നു. എക്സ്പോഷറിൻ്റെ അടിസ്ഥാനം ഷട്ടർ സ്പീഡ്, ISO, അപ്പർച്ചർ, ഇവ മൂന്നുമാണ് ഷട്ടർ സ്പീഡിൻ്റെ അടിസ്ഥാനം. ഇതിൽ ഷട്ടർ സ്പീഡ് എന്താണെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ നമുക്ക് അപ്പർച്ചർ എന്താണെന്ന് നോക്കാം. എന്താണ് അപ്പർച്ചർ? ലളിതമായി പറഞ്ഞാൽ ലെൻസിൻ്റെ ഓപ്പണിങ്ങിനെയാണ് അപ്പർച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എത്രമാത്രം കൂടുതൽ ലെൻസ് തുറന്നിരിക്കുന്നുവോ അത്രമാത്രം പ്രകാശം ഡിജിറ്റൽ സെൻസറിലേക്ക് അല്ലെങ്കിൽ ഫിലിമിലേക്ക് പതിയും. അതുപോലെ തന്നെ ലെൻസ് ഓപ്പണിംഗ് എത്ര ചെറുതാകുന്നുവോ അത്രയും കുറച്ച് പ്രകാശം മാത്രമേ ഡിജിറ്റൽ സെൻസറിലേക്ക് പതിയുകയുള്ളൂ. ഫോട്ടോഗ്രാഫിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പർച്ചർ. എക്സ്പോഷറിനെ നിയന്ത്രിക്കുന്നതിൽ അപ്പർച്ചറിന് വലിയൊരു പങ്കുണ്ട്. അപ്പർച്ചർ എത്രമാത്രം തുറന്നിരിക്കണം, അടഞ്ഞിരിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ നിയന്ത്രിക്കാവുന്നതാണ്. ഇത് നമുക്ക് സാധ്യമാക്കുന്നത് ലെൻസിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന അപ്പർച്ചർ ബ്ലേഡുകളാണ്. ഇത് ഇങ്ങനെ വന്ന് തുറന്ന് അടയുന്ന ഒരു മെക്കാനിസമാണിത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് 50mm കാനോൺ 50mm 1.8 ലെൻസിൻ്റെ അപ്പർച്ചറാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. F സ്റ്റോപ്പ് അല്ലെങ്കിൽ F നമ്പറുകൾ എന്നറിയപ്പെടുന്ന ചില നമ്പറുകളാണ് അപ്പർച്ചറിനെ പ്രതിനിധീകരിക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് F നമ്പറുകൾ. F നമ്പർ എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ലെൻസിൻ്റെ ഓപ്പണിംഗ് കുറവായിരിക്കും. അതുപോലെ F നമ്പർ എത്രമാത്രം കുറയുന്നുവോ അത്രത്തോളം ലെൻസിൻ്റെ ഓപ്പണിംഗ് തുറന്നിരിക്കും. അതായത് F22 എന്നത് F2.നേക്കാൾ കുറവായ ലെൻസ് ഓപ്പണിംഗ് ആണ്. ഒരു ഉദാഹരണം കാണിക്കാം, അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പർച്ചർ 2.2-ൽ ഏകദേശം ഇത്രത്തോളം തുറന്നിരിക്കും, കാണുന്നുണ്ടല്ലോ. അപ്പർച്ചർ 4.5-ൽ ഏകദേശം ഇത്രത്തോളം തുറന്നിരിക്കും. അപ്പർച്ചർ 16-ൽ ഇതാണ് അപ്പർച്ചർ 16-ൻ്റെ ഓപ്പണിംഗ്. അപ്പർച്ചർ 16 ഏകദേശം ഇത്രത്തോളമാണ് തുറന്നിരിക്കുന്നത്. ഇത് കാനോൺ 50mm 1.8 ലെൻസാണ്. ഇതിൻ്റെ മാക്സിമം അപ്പർച്ചർ നമ്പർ 22 ആണ്. 22-ൽ ഏകദേശം ഇത്രത്തോളമാണ് അപ്പർച്ചർ തുറന്നിരിക്കുന്നത്. അപ്പർച്ചർ പ്രധാനമായും ഒരു ചിത്രത്തിൻ്റെ രണ്ട് ഘടകങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. ഒന്ന് എക്സ്പോഷർ, മറ്റൊന്ന് ഡെപ്ത് ഓഫ് ഫീൽഡ്. അതെങ്ങനെയെന്ന് നോക്കാം. എന്താണ് എക്സ്പോഷർ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ കാണണം. വിവിധ അപ്പർച്ചറിൽ എടുത്ത ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് എക്സ്പോഷറിനെ അപ്പർച്ചർ സ്വാധീനിക്കുന്നതെന്ന്. ഒന്നാമത്തെ ചിത്രം F1.8-ൽ എടുത്ത ചിത്രമാണ്. ഈ ചിത്രം വളരെ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നല്ലേ. അതിന് കാരണം അപ്പർച്ചർ നന്നായിട്ട് തുറന്നിരിക്കുന്നതുകൊണ്ടാണ്. നന്നായിട്ട് തുറന്നിരിക്കുന്ന സമയത്ത് വളരെയധികം വെളിച്ചം സെൻസറിലേക്ക് പതിഞ്ഞതുകൊണ്ടാണ് ഈ ചിത്രം നല്ല ഓവർ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് അവസാനത്തെ ചിത്രം F22-ൽ എടുത്ത ചിത്രമാണ്. ഇത് വളരെ ഡാർക്കായിട്ടിരിപ്പുണ്ട്. അതിന് കാരണം കുറഞ്ഞ അളവിൽ സെൻസറിലേക്ക് പ്രകാശം പതിച്ചതുകൊണ്ട് ഈ ചിത്രം ഡാർക്കായിപ്പോയി, അണ്ടർ എക്സ്പോഷറായിപ്പോയി. അടുത്തത് ഡെപ്ത് ഓഫ് ഫീൽഡ്. എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് നോക്കാം. ഒരു ഫ്രെയിമിൽ ഷാർപ്പായിട്ട് കാണാൻ സാധിക്കുന്ന ഭാഗത്തെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഉദാഹരണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിവിധ അപ്പർച്ചറിൽ ഒരു ചിത്രത്തിന്, ഒരു ഫ്രെയിമിന് എത്രത്തോളം ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചിത്രം ഇത് F1.8-ൽ എടുത്തതാണ്. ഇത് ആദ്യത്തെ ചുവന്ന കളറുള്ള ഈ പാവ മാത്രമാണ് നല്ല ഷാർപ്പായിട്ടിരിക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള രണ്ട് ഡോള് ബ്ലറായിട്ടാണ് നമുക്ക് കാണുന്നത്. ആ ചിത്രം ഷാർപ്പല്ല.
ഷാർപ്പായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗത്തെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇത് F-22 എടുത്ത ചിത്രമാണ്. ആപ്പർച്ചർ F-22. ഈ ചിത്രം അണ്ടർ എക്സ്പോസറായിപ്പോയി. ഇത് ഞാനൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് കാണിക്കാം. F1.8 ഇട്ടെടുത്ത ചിത്രത്തെ അപേക്ഷിച്ച് ഈ ചിത്രത്തിൽ എല്ലാ സബ്ജക്റ്റും നമുക്ക് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതായത് F1.8 അപേക്ഷിച്ച് F-22 ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടുതലാണ്. അപ്പർച്ചർ നമ്പർ കൂടുന്തോറും ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടുകയും അപ്പർച്ചർ നമ്പർ കുറയും തോറും ഡെപ്ത് ഓഫ് ഫീൽഡ് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ പതിവ് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അടുത്തത് നമ്മുടെ വിഷയം ISO ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.